ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 11 അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ, ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. പൗലോസ് റോമ സഭയോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ദയയാണ് നമ്മുടെ രക്ഷ. രണ്ട് കാര്യം പറയുന്നു. ഒന്ന് ദയ, രണ്ട് ഖണ്ഡിതം. രണ്ടും ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് തള്ളുകയും ചേർക്കുകയും ഒക്കെ ചെയ്യുന്നത്, ദൈവമാണ്. എന്നാൽ വ്യക്തമായിട്ട് പറയുകയാണ്, നിന്നിൽ വ്യാപരിച്ച ദയ, അതാണ് അവിടെ പറയുന്നത്. നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അതിൻ്റെ അർത്ഥം പ്രിയരെ, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ ഒരു കാരണവശാലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദയയെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ കൃപയെ മനസ്സിലാക്കി കർത്താവിനെ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടും. അടുത്ത വാക്ക് പറയുന്നു, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. അവിടെ പറയുകയാണ്, അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ എന്ന് വെച്ചാൽ അവിശ്വാസത്തെ മുറുകെ പിടിക്കാതെ വിശ്വാസത്തിലോട്ട് പ്രവേശിച്ചാൽ, അവരെന്താണോ വിശ്വസിക്കേണ്ടത്, എന്തിലാണോ അവർ നിലനിൽക്കേണ്ടത്, അതിലോട്ട് അവർ പ്രവേശിച്ചാൽ, കർത്താവ് പറയുകയാണ്, അവരെ ദൈവം പിന്നെയും ഒട്ടിക്കും. അതിന് ദൈവം ശക്തനല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിനകത്ത് ഈ രക്ഷയുടെ സന്തോഷത്തിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ അകത്ത് വ്യാപരിച്ചൊരു വിശ്വാസമുണ്ട്. എല്ലാം ഫെയ്ത്താണ്. 66 പുസ്തകങ്ങൾക്കകത്തും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വിശ്വാസമാണ്. കാണാതെ വിശ്വസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ്. എന്നാൽ നിത്യത എന്ന ആ വലിയ ദർശനവും ഉയരത്തിലുള്ള ഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശയും നമ്മൾ കണ്ടിട്ടൊന്നുമല്ല. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന, രക്ഷയിൽ ആനന്ദിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അകത്ത് എപ്പോഴും വിശ്വാസമാണ്. ഇവിടെ പറയുന്നു, നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. നമുക്ക് പ്രിയരെ അത് ബാധകമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ നമ്മളെയും ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റും. എന്നാൽ ആ തെറ്റിപ്പോകുന്ന സാഹചര്യത്തിനകത്ത്, തള്ളിക്കളഞ്ഞിട്ട് ഓടുന്ന സാഹചര്യത്തിനകത്ത് നിന്ന് ഒന്ന് മടങ്ങി വരാൻ, ഒന്ന് മാനസാന്തരപ്പെടാൻ. ജീവിതത്തിനകത്ത് പത്രോസ് മടങ്ങി വന്നു. എന്നാൽ ദേമാസിനെ കുറിച്ച് മടങ്ങി വന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ രണ്ട് കൂട്ടരെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. നമുക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വാസത്തിനകത്ത് നിലനിന്നിട്ട് അവിശ്വാസത്തെ തള്ളിക്കളയാൻ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കേണ്ടതിന് ആ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.